ഹെൽമെറ്റ് ഇൻറ്റർകോമിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ C50 C30 കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും അത്രയും വലിയൊരു ബഡ്ജറ്റിനകത്ത് ഒരു ഹെൽമെറ്റ് ഇൻറ്റർകോം വാങ്ങാൻ പറ്റണം എന്നില്ല. നമുക്കിതിൻ്റെ ചീപ്പർ വേർഷൻസും അവൈലബിൾ ആണ്. ഇതിനകത്തെല്ലാം ഇൻറ്റർകോം സർവീസസ് ഉണ്ടാവണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അത് കോൾസ് എടുക്കാനും മ്യൂസിക് കേൾക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ഒരു ഓപ്ഷനാണ് ഈ കാണുന്ന EDYELL എന്ന് പറയുന്ന ഹെൽമെറ്റ് വയർലെസ് ഇയർഫോൺസ്. ഈ അടുത്ത കാലത്ത് ഞാൻ വാങ്ങിച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സിൽ വൺ അമിങ്സ് ദ ബെസ്റ്റ് ആണിത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ മേടിക്കുന്ന സമയത്ത് ബിലോ 1400 ആണ് വന്നത്. ആസ് എ സെഡ്, ഇതൊരു ഇൻറ്റർകോം അല്ല. ഇതിനകത്ത് നമുക്ക് മെയിൻ ഫീച്ചറായിട്ട് വരുന്നത് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമുക്ക് ഓൺ ദി ഗോ മ്യൂസിക് കേൾക്കാം എന്നുള്ളതാണ്. ഹെൽമെറ്റിനകത്ത് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പുറത്തെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നോർമൽ ഇൻറ്റർകോമിൽ വരുന്നത് പോലെ തന്നെ ഒരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസ് വഴി നമുക്ക് വോള്യൂം കൺട്രോൾ ചെയ്യാനും കോൾ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡിവൈസ് നമുക്ക് ഗ്ലൗസ് ഉപയോഗിച്ച് പോലും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ലെറ്റ്സ് ചെക്ക് ദിസ് ഔട്ട്. ഇതാണ് EDYELLിൻ്റെ ഹെൽമെറ്റ് വയർലെസ് ഇയർഫോൺ. C1 എന്ന് പറയുന്ന മോഡലാണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. ബട്ട് ഫോർ ദ പ്രൈസ് റേഞ്ച് പാക്കേജിംഗ് ലുക്സ് പ്രെറ്റി ഗുഡ്. പാക്കേജിൻ്റെ പുറത്തായിട്ട് അത്യാവശ്യം ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു വാർണിംഗ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഡിവൈസസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി അതിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഈ ഹെൽമെറ്റ് ഇൻറ്റർകോം എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല. സോ ഇഫ് യു ആർ സ്റ്റോറിങ് ഇറ്റ് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ മന്ത് അത് ചാർജ് ചെയ്താലേ അത് നോർമലായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. എനിവേസ് ലെറ്റ്സ് ഓപ്പൺ ദ പാക്കേജ്. ഒരു നോ നോൺസെൻസ് പാക്കേജിംഗ് സ്റ്റൈലാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഒരുപാട് ബോക്സസോ ആഡംബര വസ്തുക്കളോ ഒന്നുമില്ല. മെയിൻ ബോക്സ് വിത്ത് ഇനഫ് ഇൻഫർമേഷൻ. തുറന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രോഡക്റ്റിലേക്ക് പോവാണ്. ഇതാണ് EDYELL C1ൻ്റെ ബാറ്ററി ചാർജിങ് കൺട്രോൾ എല്ലാം വരുന്ന മെയിൻ ഡിവൈസ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. നമ്മൾ കയ്യിലെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല ഫിനിഷുള്ളൊരു പ്രോഡക്റ്റ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ആൻഡ് ഇറ്റ് ഫീൽസ് സ്റ്റഡി ടു. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള ഒരു പ്രോഡക്റ്റാണ്. സ്വിച്ചസ് എല്ലാം നല്ല സ്റ്റഡിയാണ്. അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്ന രീതിയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഹെൽമെറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ക്ലിപ്പാണിത്. അത്യാവശ്യം നല്ല സ്റ്റഡിയാണ്, അങ്ങനെ ഇളകി പോകത്തില്ല. ആൻഡ് ഇറ്റ്സ് റിമൂവബിൾ ടു. ഹെൽമെറ്റിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. കാരണം ജസ്റ്റ് ക്ലിപ്പ് ഓൺ ചെയ്താൽ മതി. ബ്ലൂ ആർമർ പോലെയുള്ള ഡിവൈസസിലേക്ക് നമ്മൾ ഒന്നുകിൽ അതിനുള്ളൊരു ഹോൾഡർ അതിലേക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഹെൽമെറ്റിലേക്ക് ഡയറക്റ്റ് ക്ലിപ്പ് ഓൺ ചെയ്താൽ മതി. ടോട്ടൽ 3 സ്വിച്ചസ് കൺട്രോളാണ് വരുന്നത്. അതിൽ ടോപ്പിലുള്ള മെയിൻ സ്വിച്ചിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് ഓൺ ആവും. വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഫോണുമായിട്ട്. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് അറ്റ് എ ടൈം 2 ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡിവൈസ് സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ടും സെയിം പ്രോസസ്സാണ്. ലോങ് പ്രസ് ദ മെയിൻ ബട്ടൺ. നമുക്ക് ബോക്സിലുള്ള ബാക്കി ഐറ്റംസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. C-ടൈപ്പ് ചാർജിങ് കേബിൾ ഉണ്ട്. സ്പീക്കേഴ്സും മൈക്കും ഒക്കെ ഫിക്സ് ചെയ്യാനുള്ള കുറച്ച് വെൽക്രോ സ്റ്റിക്കേഴ്സ് തന്നിട്ടുണ്ട്. ആൻഡ് സ്പേസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള 2 ഫോംസും തന്നിട്ടുണ്ട്. സെക്കൻഡ് പാക്കറ്റിനകത്താണ് ഇയർ പീസും മൈക്കും എല്ലാം തന്നിരിക്കുന്നത്. ഇതാണ് ഹെൽമെറ്റിനകത്ത് വരുന്ന 2 സ്പീക്കേഴ്സ്. ഓൾറെഡി കണക്റ്റഡ് ആണ്. വയേഴ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ജാക്സ് അവിടെ എവിടെയായിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മാനുവലും തന്നിട്ടുണ്ട്. ഈ ഒരു ജാക്കാണ് മെയിൻ ഹെൽമെറ്റ് ഡിവൈസിലേക്ക് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്യേണ്ടത്. വൺസ് കണക്റ്റഡ് ഡിവൈസിലുള്ള കൺട്രോൾസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പ്രത്യേകിച്ച് വേറെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ ഇൻസ്റ്റലേഷനോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. സ്പീക്കേഴ്സ് ടച്ച് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ ഫോം. 2 മൈക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈ ബൂം മൈക്കാണ്. ഇറ്റ്സ് വെരി ഫ്ലെക്സിബിൾ. പിൻ നോയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഫോം ഓൾറെഡി അതിൽ ഫിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിലുള്ള മൈക്ക് കാണാനായിട്ട് സാധിക്കും. മൈക്ക് ഇരിക്കുന്ന ഭാഗം നമ്മുടെ മൗത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം ഫിക്സ് ചെയ്യാൻ. ആൻഡ് ഈ ഫോം പെട്ടെന്ന് പോകാതിരിക്കാനായിട്ട് 2 സ്പൈക്സ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെറിയ ഡീറ്റെയിൽസ് പോലും അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ചെറിയ ജാക്ക് വഴിയാണ് മൈക്കിനെയും ഹെഡ്സെറ്റിനെയും കണക്ട് ചെയ്യുന്നത്.
ആൻഡ് ദിസ് ഇസ് ദ സോഫ്റ്റ് മൈക്ക്. ചില ആളുകൾക്ക് ബൂം മൈക്ക് അത്ര കംഫർട്ടബിൾ ആവണമെന്നില്ല, അവർക്കിത് യൂസ് ചെയ്യാം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു യൂസർ മാനുവൽ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു യൂസർ മാനുവലിൽ ഈ പ്രോഡക്റ്റിൻ്റെ കണക്ഷനെ പറ്റിയും ഓപ്പറേഷൻസിനെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ. സോ ദിസ് ഈസ് ഹൗ ദിസ് പ്രോഡക്റ്റ് ലുക്സ് ഓൺ എ ഹെൽമെറ്റ്. വളരെ ഈസി ആയിട്ട് നമ്മൾ ഹെൽമെറ്റിലേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റി. ഓവർ ബൾക്കി അല്ലാത്തൊരു പ്രോഡക്റ്റ് അത് കാരണം നല്ല ഒതുങ്ങിയാണ് ഹെൽമെറ്റിലിരിക്കുന്നത്. സ്വിച്ചസ് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യാനും വളരെ ഈസിയാണ്. 1-2 തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ സ്വിച്ചസിൻ്റെ പൊസിഷൻ നമ്മുടെ മൈൻഡിൽ സെറ്റാവും. ഐ പ്രിഫർ ബൂം മൈക്ക്, സോ ഞാൻ ബൂം മൈക്കാണ് ഇതിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. സ്പേസസ് ഉപയോഗിച്ചിട്ട് ഞാൻ വച്ചു, കാരണം എനിക്ക് കുറച്ചുകൂടെ അടുത്ത് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. സ്പേസസ് ആവശ്യമില്ലാത്തവർക്ക് ഡയറക്റ്റ് ആ വെൽക്രോ യൂസ് ചെയ്ത് തന്നെ സ്റ്റിക്ക് ചെയ്യാം. ഓവറോൾ ദ പ്രോഡക്റ്റ് ലുക്സ് ഗുഡ് ആൻഡ് കംഫർട്ടബിൾ ഓൺ എ ഹെൽമെറ്റ്. ഇത് EDYELLൻ്റെ C1 എന്ന് പറയുന്ന മോഡലാണ്. ആൻഡ് EDYELL ഹാസ് മെനി അതർ ഓപ്ഷൻസ് ആസ് വെൽ. അത് ഈ ഒരു പ്രൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഐ തിങ്ക് ദിസ് ഈസ് ദ ചീപ്പസ്റ്റ് വൺ. ബട്ട് അതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഐ കാൺ സേ ദാറ്റ് ദിസ് ഈസ് എ ചീപ്പ് പ്രോഡക്റ്റ്. നല്ല വോയിസ് ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ലൗഡുമാണ്, നമുക്ക് നന്നായിട്ട് കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി ടു ഇൻസ്റ്റാൾ ആസ് വെൽ. ഞാനിത് നേരിട്ട് വാങ്ങിച്ച് ചെക്ക് ചെയ്തതാണ്. ആൻഡ് ഇൻ ദിസ് പ്രൈസ് റേഞ്ച് ഐ ജസ്റ്റ് ലവ് ദ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവും. അത് ഡയറക്റ്റ് കയറിയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. ആൻഡ് സീ യു സൂൺ വിത്ത് ദ നെക്സ്റ്റ് വൺ. അണ്ടിൽ ദെൻ, adios amigos.